ആയി ഒരു 5 മിനിറ്റ് സമയം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? വെറുതെ ഇങ്ങനെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യല്ലേ, കുറെ വാട്സപ്പ് നോക്കും, യൂട്യൂബ് കയറി വീഡിയോ കാണും, പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഗാലറി എന്ന് വേണ്ട എന്തൊക്കെ ഈ ഫോണിലുണ്ടോ അതിൻ്റെ ഒക്കെ പിറകെ പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആമസോണിൽ ഒരു നല്ല പ്രോഡക്റ്റ് ചെയ്യേണ്ടത് നമ്മളത് വാങ്ങും, നമ്മളത് വാങ്ങി ഉപയോഗിക്കും, എന്നിട്ട് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട അവരും അത് വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോൾ ആമസോൺ നമുക്കൊരു കമ്മീഷൻ തരും. നമ്മളിലൂടെ നമ്മൾ അറിയാതെ ഒരു മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത്. അതിന്റെ പേരാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഹായ്, ഞാൻ പ്രിയ. സുഖല്ലേ? ചെറുതായി മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലേ? അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? എഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലേ? പലതരം എഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പിൻട്രസ്റ്റ് എഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് പിൻട്രസ്റ്റ് എന്താണെന്ന് അറിയാം അല്ലേ? പിൻട്രസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയുള്ള ഒരു ആപ്പാണ്. വാട്സപ്പ് പോലെയോ ഫേസ്ബുക്ക് പോലെയോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഇമേജസും ഫോട്ടോസും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമ്മൾ യൂട്യൂബ് ആണെങ്കിൽ വീഡിയോസ് അല്ലേ ഷെയർ ചെയ്യുന്നത്, പക്ഷെ പിൻട്രസ്റ്റിലൂടെ നമുക്ക് ഇമേജസും ഫോട്ടോസും ആണ് ഷെയർ ചെയ്യാൻ പറ്റുക. ഇതൊരു ഡിജിറ്റൽ മാഗസീനാണ്. ലളിതമായി പറഞ്ഞാൽ ഇതൊരു ഫോട്ടോ ആൽബം ആണ്. ഇതിൽ നമുക്ക് ഫോട്ടോസും ഇമേജസും പേസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ പിൻട്രസ്റ്റിന് എന്താണ് മാർക്കറ്റിംഗ് കാര്യം എന്നല്ലേ? കാര്യമുണ്ട്. നമ്മൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കാണുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ്, ഉദാഹരണത്തിന് ഒരു കിച്ചൺ ചോപ്പർ ആവാം, അല്ലെങ്കിൽ കുട്ടികളെ ബുക്ക് ഷെൽഫ്, പെൻസിൽ സ്റ്റാൻഡ്, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഷെൽഫ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ? നമ്മൾ വീട്ടമ്മമാർ പൊതുവേ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അവർ നമ്മളിലൂടെ ഈ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ആമസോൺ നമുക്ക് കമ്മീഷൻ തരുന്നത്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി കാര്യമായി ആവശ്യമുള്ള എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, പിന്നെ നിങ്ങളൊരു ടെലഗ്രാമിൽ അക്കൗണ്ട് എടുക്കണം, പിന്നെ പിൻട്രസ്റ്റ് ബിസിനസ് അക്കൗണ്ട് എടുക്കണം, ആമസോണിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അക്കൗണ്ട് എടുക്കണം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലാണ്. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോണിൽ ചെയ്യാം. അപ്പോൾ ടെലിഗ്രാം എടുത്ത പാട് മേലത്തെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. ആ ഒരു ചാനലിന് ഒരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാനിവിടെ കൊടുത്ത പെൻ ആൻഡ് പേപ്പർ എന്നുള്ള പേരാണ്. അതിനുശേഷം ആ ഒരു ചാനൽ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. പിൻട്രസ്റ്റിൽ നിന്ന് ആൾക്കാർ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് നമ്മളിടുന്ന പ്രൊഡക്ട്സ് മേടിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് എന്തിനുള്ള ചാനലാണെന്ന് ആൾക്കാർ കയറി വരുമ്പോൾ തിരിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. അതും നിങ്ങൾക്ക് ജെമിനായോ ChatGPT ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാധനം സെറ്റാക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തിട്ട് പബ്ലിക് ആക്കുക. ചാനൽ പ്രൈവറ്റ് ആക്കരുത്, പബ്ലിക് ആക്കുക. പബ്ലിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് ഒരു ലിങ്ക് ഉണ്ടാക്കണം. അത് അവർ ഓൾറെഡി ഉണ്ടാക്കി തരില്ല. നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളൊരു ലിങ്ക് ഉണ്ടാക്കുക. അതിൻ്റെ താഴത്തിന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ എന്തെങ്കിലും ഒരു നമ്പറോ എന്തെങ്കിലും കൊടുത്ത് കംപ്ലീറ്റ് ആക്കുക. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ കൊടുത്തത്, അത് കൊടുത്തിട്ട് ആ ലിങ്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ചാനലിൻ്റേതായിട്ടുള്ള ലിങ്ക് കിട്ടും. എന്നിട്ട് ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക്. ഇത് എപ്പോഴും കയ്യിൽ വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആമസോൺ എഫിലിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. ആമസോൺ എഫിലിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ താഴെ ലിങ്ക് കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റിലേക്ക് എത്തും. ഇങ്ങനെ വെബ്സൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് ആമസോൺ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയൊരു സ്ക്രീനിലേക്ക് എത്തും. ഇങ്ങനൊരു സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾ ആ അക്കൗണ്ട് ആമസോണിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണെങ്കിൽ അവർ ഓൾറെഡി അവിടെ സേവ്ഡ് ആയിട്ടൊരു അഡ്രസ്സ് കാണിക്കും. ആ അഡ്രസ്സ് അതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത പേജിൽ വരുന്നത് അവിടെ നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരും. അതായത് നമ്മൾ ഈ പിൻട്രസ്റ്റ് നമ്മൾ ഈ ആമസോണിലെ പ്രൊഡക്ട്സ് നമ്മൾ ഏത് വഴിയാണ് സെല്ല് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത് ടെലിഗ്രാമിലൂടെയാണ് ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും, നേരത്തെ കോപ്പി ചെയ്തത്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. വാട്ട് ഈസ് യുവർ പ്രിഫേർഡ് അസോസിയേറ്റ്സ് സ്റ്റോർ ID, വാട്ട് ആർ യുവർ വെബ്സൈറ്റ്സ് ഓർ മൊബൈൽ ആപ്സ് അബൌട്ട് ഇത് ബേസിക് ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ChatGPT ജെമിനായി കൊടുത്താൽ അവ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ബേസിക്കായിട്ട് കാര്യം എന്ന് വെച്ചാൽ അസോസിയേറ്റ് സ്റ്റോർ ID എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേര് നേരത്തെ നിങ്ങൾ ടെലിഗ്രാമിൽ എന്താണോ പേരിട്ട് അതിവിടെ കൊടുത്താൽ മതിയാവും. എന്നിട്ട് പിന്നെ നിങ്ങൾ ആ വെബ്സൈറ്റ് ജസ്റ്റ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെ ജെമിനായോ ChatGPT ചോദിച്ചാൽ അവർ എടുത്തു തരും. അത് അങ്ങനെ ഉപയോഗിക്കുക. അതിനുശേഷം വാട്ട് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്പ് ആർ യു യൂസിങ് ദിസ് ഫോർ എന്ന് കൊടുക്കുമ്പോൾ അവിടെ സോഷ്യൽ മീഡിയ പേജ് ഓർ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേർ ഡിഡ് യു ഹിയർ അബൌട്ട് അസ് മൗത്ത് പബ്ലിസിറ്റി അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. അത് കൊടുത്ത് നെക്സ്റ്റ് അടിച്ചാൽ കഴിഞ്ഞു. ഏതാണ്ട് ഇതോടെ നിങ്ങൾക്ക് എഫിലിയേറ്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. എഫിലിയേറ്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് അടുത്തത് പിൻട്രസ്റ്റ് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കണം. പിൻട്രസ്റ്റ് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോർമൽ പിൻട്രസ്റ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു പേജിലേക്ക് എത്തും. അവിടെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോക്സ് വരും. അവിടെ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്യുക. അങ്ങനെ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ പേര്, പിന്നെ നിങ്ങൾ ജെൻഡർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ലാംഗ്വേജാണ് സംസാരിക്കുന്നത് അത് കൊടുക്കുക.
പിന്നെ ഇതൊരു ബേസിക് ഇൻഫർമേഷനാണ്. നിങ്ങൾ എന്താണ് അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഏതാണോ ഓപ്ഷൻസ് അവിടെ വരുന്നത് അത് 3-4 ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് പിൻട്രസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളതല്ലല്ലോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു പേജിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ ആ പ്രൊഫൈലിലെ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. കൺവേർട്ട് ടു ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് യുവർ ബിസിനസ് എന്ന് പറയുമ്പം കോണ്ടൻറ് ക്രിയേറ്ററാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പിൻട്രസ്റ്റ് വഴി ചെയ്യുന്നതാണ്. കോണ്ടൻറ് ക്രിയേറ്റർ കൊടുക്കുക. അതിനുശേഷം ബിസിനസ് നെയിം എന്താണോ നിങ്ങൾ ടെലിഗ്രാമിൽ കൊടുത്ത ആ പേരിന് ഇവിടെ കൊടുക്കുക. പിന്നെ വെബ്സൈറ്റ് നമ്മൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, അതാണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. അതിവിടെ പേസ്റ്റ് ചെയ്യുക. അതെപ്പോഴും കയ്യിൽ വെക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ബേസിക് ഇൻഫർമേഷനാണ്. ഇതിങ്ങനെ പെട്ടെന്ന് എന്താ കിട്ടുന്നത് വെച്ചാൽ അത് കൊടുത്താൽ മതി, ഒന്നും വലിയ കാര്യമില്ല. ഓക്കെ, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആയി, പിൻട്രസ്റ്റ് ബിസിനസ് അക്കൗണ്ടും ആയി. അത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ശരിക്കും പിൻട്രസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം, നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് വേണം. ഓക്കെ, പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ പിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഷവർ ജെല്ലാണ്. അത് എടുക്കുക. നിങ്ങൾ ഓൾറെഡി അഫിലിയേറ്റ് അക്കൗണ്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മേലെ സൈഡ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇത് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ, മൊബൈലിലും ചെയ്യാൻ പറ്റും. അവിടെ മൊബൈലിലാണെങ്കിൽ ഓൾറെഡി അവിടെ ഒരു ഓപ്ഷൻ വരും. ഇത് കമ്പ്യൂട്ടറിലാണ്. സൈഡ് സ്ട്രൈപ്പ് ഇത് ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് കിട്ടിയതിന് ശേഷം അത് കോപ്പി ചെയ്ത് വെക്കുക. ആദ്യം നമുക്ക് ആ പ്രൊഡക്റ്റ് ഇമേജ് വേണം. അതിന് ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് അതേപോലത്തെ അങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് ജെമിനയിലോ ചാറ്റ് GPT കൊണ്ടുപോയിട്ടിട്ട് അത് ഒരു പ്രോംപ്റ്റിന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അത് കൊടുത്ത് ഇത് പ്രൊഡക്റ്റ് ഇമേജ് ആക്കി തരണം, നല്ല ഭംഗിയുള്ള. ഓൾറെഡി ആമസോണിൽ കൊടുത്ത ഇമേജ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇമേജ് പോലെ ആക്കിയിട്ട് തരാൻ പറയണം. അതിന് ജെമിനയിലോ ചാറ്റ് GPT നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ആമസോണിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് തരുന്ന പ്രോംപ്റ്റ് കൂടി ഇട്ട് അവർ നല്ലൊരു പ്രൊഡക്റ്റ് ഇമേജ് സെറ്റാക്കി തരും. ആ പ്രൊഡക്റ്റ് ഇമേജ് അങ്ങനെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പിൻട്രസ്റ്റിൽ പോവുക. എന്നിട്ട് പിൻട്രസ്റ്റിൽ നമ്മൾ നേരത്തെ ഒരു പുതിയ പിൻ അല്ലെ പുതിയൊരു ഒരു ഇമേജ് നമ്മളാകെ ആ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് പിൻ അല്ലെങ്കിൽ നേരത്തെ ക്രിയേറ്റ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതിന് ശേഷം ടൈറ്റിലിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ എന്താണോ ടൈറ്റിൽ അത് അതിന് നമ്മൾ ആദ്യം ആമസോണിൽ പോയിട്ട് ആമസോണിലെ ഈ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ അങ്ങനെ ജെമിനൈക്കോ ചാറ്റ് GPT ഇട്ട് കൊടുത്തിട്ട് പറയാം, ഇത് പിൻട്രസ്റ്റിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇമേജാണ്, അപ്പോൾ അതൊന്ന് ബെറ്ററാക്കി അത് പിൻട്രസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിക്ക് നമുക്കത് കീവേഡ് റിച്ച് ആയിട്ട് സെറ്റാക്കി തരണമെന്ന് പറയാം. അതിൻ്റെയും പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്ത പ്രോംപ്റ്റ് എടുക്കുക. എന്നിട്ട് അതവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എല്ലാം, അതായത് അപ്ലോഡ് ചെയ്യുമ്പം കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് AI തരും. നിങ്ങൾ ആ ഇൻഫർമേഷൻ അങ്ങനെ എടുക്കുക, ടൈറ്റിൽ എടുക്കുക, അതങ്ങനെ അപ്പുറത്ത് പോയി പേസ്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ എടുക്കുക, അതങ്ങനെ അപ്പുറത്ത് പോയി പേസ്റ്റ് ചെയ്യുക. പിന്നെ ആ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇതൊക്കെ ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ടാഗ് ടോപ്പിക്സ് അതൊക്കെ എല്ലാ ആ ജെമിനയും ചാറ്റ് GPT എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. അത് അങ്ങനെ പോയി എന്താണെന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം പബ്ലിഷ് കൊടുത്തതിന് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആ പബ്ലിഷ് ചെയ്ത സാധനം കാണണമെങ്കിൽ വീണ്ടും നിങ്ങൾ ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പിന്ന് വന്നിട്ടുണ്ടാവും. ആ പിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലോഡായി കാണും. എന്നിട്ട് അതിന് ശേഷം അവിടെ വിസിറ്റ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ടെലിഗ്രാമിലേക്ക് പോകുന്നുണ്ടോ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വർക്കിംഗ് ആണ്. ആൾക്കാർ ഇതിനകത്തേക്ക് വന്നു. ഇനി ഇതിനകത്തേക്ക് വന്നതിന് ഇവിടെ പ്രൊഡക്റ്റ് വേണ്ടേ. അപ്പം നിങ്ങൾ ഏതാണോ നേരത്തെ സേവ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് ഇമേജ് ഇല്ലേ, അത് ഇവിടെയും കൂടി പേസ്റ്റ് ചെയ്യുക. അത് മറന്നുപോയി, നിങ്ങൾ ഇവിടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാൻ മറക്കണ്ട, അതും കൂടി കൊടുത്തോളൂ. അതിന് ശേഷം ഇവിടെ നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് പേസ്റ്റ് ചെയ്യാം. അതുകൂടാതെ എന്താണോ പിൻട്രസ്റ്റ് കൊടുത്തത് ആ അതേ ടൈറ്റിൽ എടുക്കുക. ആ ടൈറ്റിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ അപ്പുറം ആ ഡിസ്ക്രിപ്ഷൻ കൂടി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് അതിൻ്റെ നിങ്ങൾ ആമസോണിൻ്റെ എഫിലിയേറ്റ് ലിങ്ക് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആമസോണിൽ പോയിട്ട്, അത് അങ്ങനെ എടുക്കുക, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവർ ആ പിൻട്രസ്റ്റിൽ നമ്മൾ ഈ എല്ലാ ദിവസവും 5-10 വീഡിയോസ് 5-10 ഇമേജസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുക. എത്ര മണിക്ക് അപ്ലോഡ് ചെയ്യുക. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എപ്പോഴും ഈ പ്രൊഡക്റ്റിൻ്റെ അടിയിൽ ലിങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഒരു 10 നിങ്ങൾ ഒരു ദിവസം എടുത്താൽ 1-2 മാത്രം ആ ലിങ്ക് കൊടുത്താൽ മതി. നമ്മളെല്ലാണ്ട് തന്നെ എബൌട്ട് സെക്ഷനിൽ നമ്മൾ ആ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അവർ ആ എബൌട്ട് സെക്ഷനിൽ പ്രൊഫൈലിൽ കയറി വന്നിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കോളും. കാരണം എല്ലാത്തിലും നമ്മൾ ലിങ്ക് ഇട്ടാൽ പിൻട്രസ്റ്റ് അക്കൗണ്ട് ബാൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ എബൌട്ട് സെക്ഷനിൽ മാത്രം ഇട്ടിട്ട് പ്രൊഡക്റ്റിലധികം ഈ ലിങ്ക് ഇടാതെ ഇരിക്കാൻ ശ്രമിക്കുക.
എന്നിട്ട് ലിങ്ക് അവർ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാമിൽ വരും. ടെലിഗ്രാമിൽ അവർ ടെലിഗ്രാമിൽ വരും. ടെലിഗ്രാമിൽ വന്നതിന് ശേഷം അവരത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഇതാണ് ഹോൾ ബിസിനസ് മോഡൽ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കുറച്ച് ഫാസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞത് അമ്മ പറഞ്ഞതുപോലെ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഞാൻ അവരുടെ മകനാണ്. അപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ക്ഷമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താ പറയുക, ഇതൊരു ലോട്ടറി അല്ല. പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ കൊണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് 10,000 വരുന്നു. ഒന്നുമല്ല. ഇതൊരു ചെടി നട്ട് വളരാനുള്ള സമയം എടുക്കും. എന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നുമില്ല. ഒരു 2-3 മാസക്കാലം നിങ്ങൾ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തേ പറ്റൂ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഇതൊരു 2-3 മാസം ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനത്തിനുള്ള ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി ചെയ്യുക. കൺസിസ്റ്റൻ്റായി നിങ്ങളിത് ചെയ്താൽ 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും. ഒരു സ്ഥിരമായ വരുമാനത്തിനുള്ളൊരു ചാൻസാണിത്. ഒരു സ്ഥിരമായ വരുമാനം, ഒരു സ്ഥിരമായ ബിസിനസ് നിങ്ങൾക്ക് ഇതിനെ ആക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാകും. ഇന്നൊരു എബവ് 80 കഴിഞ്ഞവരെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മളെ മറ്റേ ടിങ് ഫോൺ ഇപ്പോൾ എവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഇൻകമായത്. പക്ഷേങ്കിൽ കൺസിസ്റ്റൻ്റായി ചെയ്യണമെന്നേ ഉള്ളൂ. ക്ഷമ വേണം. എല്ലാറ്റിനും ക്ഷമ വേണം. നമ്മളൊരു ചെറിയ ബിസിനസ്സാണ് ചെയ്യുന്നത്, പക്ഷേ അത് ബിസിനസ് ആണെന്നുള്ള ഓർമ്മയോടുകൂടി ക്ഷമയോടുകൂടി ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പം മനസ്സിലായല്ലോ എന്താണ് പിൻട്രസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതെങ്ങനെ ചെയ്യാം, എത്രത്തോളം എളുപ്പമാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.